നമസ്കാരം സുഹൃത്തുക്കളെ, ദുർഗ സോൺസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 25 kVയുടെ ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ വർക്കും കാര്യങ്ങളും. അപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് 545 വാട്ട്സിൻ്റെ 56 പാനൽസാണ്. അപ്പോൾ അത് നമ്മൾ ദാബോക്കിൻ്റെ ബ്ലോക്കിൻ്റെ മുകളിൽ സി ചാനൽ വെച്ച് വെൽഡ് ചെയ്തിട്ടാണ് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കോൺഡ്യൂട്ടും കാര്യങ്ങളും പൈപ്പും കാര്യങ്ങളെല്ലാം വൈറ്റ് ISI ഹെവി പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം ഗ്ലൂ വെച്ചിട്ട് വാട്ടർ പ്രൂഫ് ആയിട്ട് ചെയ്ത് കുറച്ച് വലിയൊരു പ്രൊജക്റ്റായതുകൊണ്ട് നമ്മൾ അതിന് ലൈറ്റിനിങ് റെസ്റ്റ് 2 കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതായിരിക്കും. പറയേണ്ടത് ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പാനൽ വാരി എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനിയുടെ നല്ല ഹൈ ക്വാളിറ്റി പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാഫ് കട്ട് മോണോപർക്ക് പാനലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ വെയിൽ മുകൾ ഭാഗത്ത് നിന്ന് വെയിലടിച്ചാലും താഴെ വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വെയിലടിച്ചാലും രണ്ട് സൈഡിൽ ഇതിന് പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ളൊരു പാനലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലിപ്പം 16 പാനൽ സീരീസ് കണക്ഷൻ, 8 പാനൽ സീരീസ് കണക്ഷൻ, ടോട്ടൽ 16 പാനലിൻ്റെ 3 സെറ്റായിട്ടാണ് ഇതിൻ്റെ കേബിള് താഴേക്ക് പോകുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മൾ വാരി എന്ന് പറഞ്ഞ കമ്പനീൻ്റെ പാനൽ 545 വാട്ട്സാണ്. 40 amps അതിൻ്റെ പീക്ക് പവർ വരുന്നത്. ഇപ്പോൾ 2 സൈഡിലും പാനൽസ് ഉണ്ട്, മുകളിലും പാനലുണ്ട്, താഴെയും പാനലുണ്ട്. അപ്പോൾ അതിൻ്റെ കേബിളും കാര്യങ്ങളും നമ്മൾ DC കണക്ടറൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ കൊടുത്തതാണ്. പൈപ്പാണെങ്കിലും ഇതാ നോക്കിയാൽ മനസ്സിലാകുന്നതായിരിക്കും, വൈറ്റ് കൊണ്ടിട്ട് പൈപ്പ്. അത് നല്ല സെപ്പറേറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ലാമ്പ് ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ടാണ്. നല്ല സ്ട്രോങ് ആയ ഒരു ഫ്രെയിമിൽ തന്നെയാണ് നമ്മൾ പാനൽസ് എല്ലാം ക്ലാമ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. പ്രൊജക്റ്റ് ഞങ്ങൾക്ക് തന്ന സ്പെക്ട്രം സോളാർ ഗ്രൂപ്പ് തലശ്ശേരി, അവരോടൊരു നന്ദി ഞങ്ങൾ രേഖപ്പെടുന്നു. അപ്പോൾ ഇതാണ് ആ പാനലിൻ്റെ ഒരു ടോപ്പ് സൈഡിൽ നിന്നുള്ള വ്യൂ. ഇത് ടോട്ടൽ 56 പാനൽസ് വരുന്നുണ്ട്. നല്ല ഹെവി, ഒരു 8 അടിയിൽ മേലെ വരുന്ന അന്നൊരു പാനലിൻ്റെ സൈസ് വരുന്നത്. നീളം പറയുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിനങ്ങനെ വാറണ്ടി കാര്യങ്ങളൊക്കെ എത്രയാണ് വരില്ലെന്ന്. അപ്പോൾ ഇതിന് കമ്പനി തന്നെ, വാരി എന്ന് പറഞ്ഞ കമ്പനി തന്നെ 25 വർഷം പെർഫോമൻസ് വാറണ്ടി ഈ എല്ലാ പാനൽസിനും കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഇൻവേർട്ടറും കാര്യങ്ങളിലും 5+5, അതായത് 5 വർഷം ഫുൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി, 5 വർഷം സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈറ്റിനിങ് റെസ്റ്റും കാര്യങ്ങളൊക്കെ. ഇതെല്ലാം സെപ്പറേറ്റ് ഓരോ സ്ട്രക്ചറിനും നമ്മൾ എർത്ത് 10 mm കോപ്പർ വെച്ച് ലൈറ്റിനിങ് റെസ്റ്റ് കൂടാതെ സ്ട്രക്ചർ എർത്തിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെവി ആയ രീതിയിൽ പൈപ്പിംഗ് ഒക്കെ നോക്കിയാൽ മനസ്സിലാകുന്നതായിരിക്കും. എല്ലാ പൈപ്പും ഗ്ലൂ വെച്ച് തന്നെ ഒട്ടിച്ചിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ പാനലിലേക്ക് വന്ന കണക്ഷനെല്ലാം സെപ്പറേറ്റ് ഫ്ലെക്സിബിൾ പൈപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പാനലിൽ നിന്ന് അടുത്ത പാനലിലേക്കല്ലേ പിന്നെ ഫ്രെയിം വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. താബോക്കിൻ്റെ ബ്ലോക്ക് വെച്ചിട്ട് പൈപ്പൊന്നും ബെൻഡാവാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഈ പൈപ്പും കാര്യങ്ങളൊക്കെ നല്ലൊരു ഹൈറ്റിലെ രീതിയാണ്. ഇവിടെ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ഹോൾ ചെയ്തിട്ട് ലൈറ്റിനിങ്ങിന് വേറെ, DC-DBയുടെ കേബിളിന് വേറെ, സ്ട്രക്ചറത്തിന് വേറെ, ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി ഒരു 20-25 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഒരു പള്ളീൻ്റെ മിനാരത്തിൻ്റെ അതേ ലെവലിൽ തന്നെ നമ്മൾ അതിനെക്കാട്ടും ഹൈറ്റ് കൂടുതലുണ്ടാകുന്നു തോന്നുന്നു. അപ്പോൾ അത്രയും വരുന്നതാണ്. പൈപ്പും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് നല്ല രീതിയിൽ സിലിക്കോൺ ചെയ്ത് നമ്മളെ എർത്തിങ്ങിൻ്റെ ലൈറ്റിനിങ്ങിൻ്റെ ബോക്സാണ്, കേബിളിങ്ങിൻ്റെ. നേരെ താഴേക്കാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ. ഒരുപാട് സ്കഫോൾഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു ഹെവി വർക്കാണ് ആ രീതിയിൽ ചെയ്തതാണ്. സ്പെക്ട്രത്തിൻ്റെ തന്നെയായ ഒരു 8 kW പ്രൊജക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടി ഒരു ഹെവിയായ രീതിയിലൊരു വർക്കാണിത്, ഒരു 25 kVൻ്റെ. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ വർക്കിൻ്റെ ഡീറ്റെയിൽസാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓരോ പാനലും സീരീസായി കണക്ട് ചെയ്തത്. അതായത് ഒരു പാനലിൻ്റെ പോസിറ്റീവ് എടുത്ത് മറ്റൊരു പാനലിൻ്റെ നെഗറ്റീവായി കണക്ട് ചെയ്യും. അങ്ങനെ 8+8 16 പാനലാണ് സീരീസ് കണക്ഷൻ വരുന്നത്. അപ്പോൾ ഒരു പാനലിന് 48 വോൾട്ടാണ് വരുന്നത്. ഏകദേശം അതുപോലെ 16 പാനൽസ് അതിന് കണക്ട് ചെയ്തിട്ടില്ല. അടുത്തായിട്ട് ഇത് സെറ്റ് ചെയ്ത് ഏറ്റവും വലിയ ടാസ്ക്കായ ഈ കേബിള് കാര്യങ്ങളൊക്കെ മേലെ എത്തിക്കുന്ന വീഡിയോ ആണ്. ഇത്രയും ഹൈറ്റിൽ നമ്മൾ ഇതുപോലെ ഒരു കപ്പി, അതായത് ചെയിൻ ബ്ലോക്ക് പോലത്തെ ചെയ്തിട്ടാണ് കേബിളെല്ലാം വലിച്ചെടുക്കുന്നത്. അത് ഇതുപോലെ തന്നെ പൈപ്പും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത്. അത്രയും ടാസ്ക്കിലെ കാര്യമാണ്, ഭയങ്കര റിസ്ക്കുമില്ല, ഭയങ്കര ഹൈറ്റുമില്ല കാര്യങ്ങളാണ്, ഏരിയയാണ്, സ്ഥലവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കേബിള്, പിന്നെ പൈപ്പ് കാര്യങ്ങൾ, അതായത് ഡ്രില്ലിംഗ് മെഷീൻ കേബിള് കാര്യങ്ങളെല്ലാം ഇതേ രീതിയിലാണ് വലിച്ച് മേലേക്ക് എടുത്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ്, ഇത്രയും ഹൈറ്റിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കഫോൾഡിങ് ഉപയോഗിച്ചത്, അതും ഭയങ്കര ടാസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോസ് ഞാനിതിൽ ഉൾപ്പെടുത്താം, മനസ്സിലാവും എങ്ങനെ ചെയ്തതെന്ന്.
ഇപ്പോൾ ഇത്രയും ഹൈറ്റ് കൂടിയ സ്ഥലത്തു നിന്നാണ് നമ്മൾ അതിൻ്റെ പൈപ്പും കാര്യങ്ങളും താഴേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതിലേക്ക് ഒരു ബെൻഡ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ 3rd ഫ്ലോറിലെ സ്റ്റെയർ കേസിൻ്റെ ഏരിയയിൽ അതിൻ്റെ ഇൻവേർട്ടറും കാര്യങ്ങളും DCDB ഒക്കെ സെറ്റ് ചെയ്യിക്കുന്നത്, ACDB എല്ലാം. പിന്നെ അവിടുന്ന് താഴേക്ക് ഇതിൻ്റെ 3 ഫേസ് ലൈന്, അതായത് 10 mm വയർ 3 ഫേസ് ലൈൻ പ്ലസ് എർത്തിങ്ങിൻ്റെ പൈപ്പ് വന്ന് ഈ 3 സെപ്പറേറ്റ് വരെ താഴേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇവിടെയാണ് അതിൻ്റെ 3 ഫേസ് മീറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് 63 amps 3 ഫേസ് 4 പോൾ ഐസൊലേറ്ററും അതുകൂടാതെ തന്നെ ഒരു മീറ്ററും ഇതിന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഡെയിലി പ്രൊഡക്ഷൻ എത്ര, അത് നമ്മൾ എത്ര യൂസ് ചെയ്തു, നമ്മളെ KCB ലൈനിലേക്ക് എത്ര പവർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കേബിളും കാര്യങ്ങളും നേരെ വന്ന് നമ്മുടെ മെയിൻ ലൈനിലേക്ക് 3 ഫേസിൻ്റെ ഫ്യൂസിൻ്റെ മേലെ ഭാഗത്ത് കണക്ട് ചെയ്യിക്കുക. അതുകൂടാണ്ട് നമ്മുടെ മെയിൻ സ്വിച്ചിലേക്കും ന്യൂട്രൽ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ സോളാർ സിസ്റ്റത്തിൽ വരുന്ന ഇൻവേർട്ടർ, DCDB, ACDBയെ കുറിച്ചാണ്. അപ്പം ഈ വലതുവശത്ത് കാണുന്നതാണ് DCDB എന്ന് പറഞ്ഞാൽ ഈ സോളാർ പാനലിൽ വരുന്ന കേബിൾ. ഓരോ സോളാർ പാനലിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് 48 വോൾട്ടാണ്. അപ്പം 48 × 16 ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ സോളാർ പാനൽ വരുന്നത് 3 പെയർ കേബിളാണ്. അപ്പം ഓരോ കേബിളിൽ നിന്നും ഏകദേശം ഒരു പാനലിൽ നിന്ന് ഒരു 45 വോൾട്ട് വരും, 48 വോൾട്ട് വരും. അപ്പം 48 ഏകദേശം ഒരു 16 പാനൽ ഏകദേശം ഒരു 700-800 വോൾട്ടിനടുത്ത് വരും ഒരു പെയർ കേബിളിൽ. അപ്പോൾ അതുപോലെ 800 × 3 ഏകദേശം ഒരു 2400 വോൾട്ട് DC ഏകദേശം ഈ DCDBയിലേക്ക് വരും. അപ്പോൾ ആ DCDBയിൽ നിന്ന് ത്രൂ ഔട്ട്പുട്ട് നേരെ നമ്മളെ ഇൻവേർട്ടർ, അതായത് DC to AC കൺവേർട്ടർ, അല്ലെങ്കിൽ ഒരു DC to AC ഇൻവേർട്ടർ എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് ഇൻവേർട്ടറിലേക്ക് പോകും. അപ്പോൾ ഇൻവേർട്ടറിൽ നിന്ന് ത്രൂ 415 വോൾട്ടേജ് നമ്മളെ 3 ഫേസ് കേബിൾ വഴി നമ്മളെ മീറ്ററിൽ ഐസൊലേറ്ററിലേക്ക് കണക്ട് ചെയ്യും. ഇത്രയാണ് നമ്മൾ ഈ സോളാർ പാനലിൻ്റെ സിസ്റ്റം വരുന്നത്. ഇനി ഇതിൽ കുറച്ച് ബാലൻസ് വെക്കേണ്ടായിരുന്നു, അതായത് പാനൽ എങ്ങനെ ഇൻറ്റേർണലി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ DC കണക്ടർ വഴി ഓരോ പാനലും സെപ്പറേറ്റ് സീരീസ് വഴി കണക്ട് ചെയ്യുക. അതായത് ഒരു പാനലിൻ്റെ പോസിറ്റീവ് എടുത്ത് അടുത്ത പാനലിൻ്റെ നെഗറ്റീവിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യില്ല. അതായത് 16 പാനൽ, അതായത് 48 വോൾട്ടിൽ 16 പാനൽ കണക്ട് ചെയ്തിട്ട് 800 വോൾട്ട് DC ആണ് ഇതുവഴി താഴേക്ക് നമ്മൾ 3 പെയർ കേബിൾ വഴി താഴേക്ക് വലിക്കുന്നത്. ഇതിപ്പം കാണുന്ന പാനലിൻ്റെ അടിഭാഗമാണ്. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി കംപ്രസ്ഡ് താപമൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടില്ല. അതുകൊണ്ടൊന്നും പിന്നെ അതുകൂടാണ്ട് കുറച്ച് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പില്ലറിൽ തന്നെ അതിലേക്ക് തന്നെ ഈ C ചാനൽ ഹോൾ ചെയ്ത് റേറ്റ് ആക്കുന്നതുകൊണ്ട് എത്ര ഹെവി വിൻഡോ അങ്ങനെ റെയിനോ എന്തെങ്കിലും വന്നാൽ പോലും പാനലിന് യാതൊരുവിധ ഡാമേജോ അങ്ങനെ ഇളകും അങ്ങനെയൊന്നും പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ DC കണക്ട്. ഇത് വാട്ടർ പ്രൂഫ് കണക്ട്, അതായത് മഴവെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇതിനെ ബാധിക്കില്ല. അത്രയ്ക്കും നല്ല രീതിയിലാണ്. പിന്നെ പാനലിൻ്റെ ഇവിടെ നിന്നാണ് 8 ഓരോ പാനൽ നമ്മൾ സീരീസ് ലൂപ്പ് ചെയ്തത്. 8+8 ലൂപ്പിങ് ഇവിടുന്ന് ഈ പാനലിൻ്റെ ഫസ്റ്റ് ഇവിടത്തേക്ക് കണക്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് കേബിൾ വരുന്ന ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കേബിൾ താഴേക്ക് വന്നത്. എല്ലാ ഔട്ട്പുട്ടും ആ വലതു ഭാഗത്തും പിന്നെ ഇൻറ്റേർണൽ പാനൽ ലൂപ്പിങ് തമ്മിൽ ഈ സൈഡിലാണ് ഈ ഭാഗത്തുമാണ് നമ്മൾ കണക്ട് ചെയ്തത്. അതുകൊണ്ട് പരമാവധി പൈപ്പിംഗ് കുറക്കാൻ വേണ്ടി പറ്റും. പരമാവധി വയറിൻ്റെ കേബിൾസിൻ്റെ ലെങ്ത്തും പരമാവധി കുറച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതി ചെയ്തത്. വലിയ ടാസ്കിലെ അടുത്ത കാര്യമാണ് ഈ കേബിളും കാര്യങ്ങളും ഇത്ര ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ മേലേക്ക് ചെയ്തത്, ഇതിൻ്റെ സ്കഫോൾഡിങ് കാര്യങ്ങൾ സെറ്റാക്കിയത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതും കൂടി അപ്പം ഇതാണ് ഈ കാണുന്ന ഹൈറ്റ്. ഇത്തിരി ഹൈറ്റിലാണ് നമ്മൾ സ്കഫോൾഡ് ഇട്ടത്. സുഹൃത്തുക്കളെ, സോളാറിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ആയ ഒരു പരിപാടിയാണ് സ്കഫോൾഡ് ഇട്ടിട്ട് പൈപ്പ് ഇറക്കൽ. അപ്പോൾ പൈപ്പ് ഇറക്കലിൻ്റെ വർക്കലയും തമ്മിൽ എന്താ ഇനിയും വണ്ടൂർ മെയിൻ സ്ലാബുമായിട്ട് ഇത്രയും വന്നുള്ളൂ. ഇത്തിരി ഹൈറ്റിലാണ് നമ്മൾ വരുന്നത് പറഞ്ഞടിക്കുന്നത്. എന്താ സുഹൃത്തുക്കളെ, കേട്ടാ ഇത്ര ഹൈറ്റിൽ നിൻ്റെ പണിയെടുക്കുന്ന നോക്കിയാൽ ഭയങ്കര ഹൈറ്റാണ്. കേട്ടാ സപ്പോൾട്ടിങ് കിട്ടൽ തന്നെ ഒരു പണിയാണ്. ഏകദേശം ഒരു 15 മീറ്റർ ഹൈറ്റ് ഉണ്ടാവും. ആ പള്ളിയിലെ മിനാര ഇടുന്ന നോക്കിയാൽ ഒരൊറ്റ ഹൈറ്റ്. കണ്ടാ നമ്മളെ ടെക്നീഷ്യനാണ്, സ്കഫോൾഡ് ടെക്നീഷ്യൻ സുനിൽ മണ്ഡപുരം. ഓക്കെ, ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. കൂടാതെ ഇതിനകത്ത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു KW നമുക്ക് 4 യൂണിറ്റാണ് നമുക്ക് ലഭിക്കുക. അതായത് ഒരു KW പ്ലാന്റാണ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 4 യൂണിറ്റ് എനർജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ 25 KW എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 100 യൂണിറ്റിൻ്റെ അടുത്തുള്ള
ഉപയോഗം കിട്ടാൻ പോവാണ്. 100 യൂണിറ്റ് വരെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ അത്രയും ഉപയോഗം വരുന്നില്ലെങ്കിൽ ബാക്കിയുള്ളത് മറ്റ് ആളുകൾക്കും കൂടി ഉപകാരപ്രദമാകുന്ന വിധത്തിൽ KCBക്ക് തരുക, അല്ലെങ്കിൽ KCBയുടെ ഗ്രിഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ടെക്നിക്കൽ കൺസെപ്റ്റ്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ വെക്കുമ്പോൾ അത് നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് കൂടെ, അല്ലെങ്കിൽ KCBയുടെ സപ്ലൈ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, കൺസ്യൂമേഴ്സിന് കൂടെ ഇതിൻ്റെ ഒരു ഗുണം ലഭിക്കുന്നതുണ്ട് എന്നുള്ളതാണ് ഈ പ്രൊജക്റ്റിൻ്റെ, അതായത് സോളാർ ഓൺ ഗ്രിഡ് പ്രൊജക്റ്റുകളുടെ ഒരു മേന്മ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതിന് സർക്കാരുകൾ കാലാകാലങ്ങളിൽ, കേന്ദ്ര ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളും ഇതിന് ജനങ്ങളുടെ ഇടയിൽ ഇത് വ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡി കാര്യങ്ങളെല്ലാം കൊടുക്കണം എന്നുള്ളതും ഒരു ഒബ്ലിഗേഷനാണ്, ഒരു സോഷ്യൽ ഒബ്ലിഗേഷനാണ്, സർക്കാരുകൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്ലാന്റ് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ ടീം, ഈ പ്ലാന്റിൻ്റെ വെച്ചിട്ടുള്ള അവരുടെ ഇൻസ്റ്റലേഷൻ ടീമോ എല്ലാം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വന്ന് കണ്ടതിൽ വേറെ അവർക്ക് നിങ്ങളിത് പ്രശ്നമാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. അതെനിക്ക് തോന്നുന്നത് ഇവിടെ നേരത്തെ ഈ കമ്പനിയുടെ ആൾ പറഞ്ഞ പോലെ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഉസ്താദുമാർ അത് ഇതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് അവർ പഠിച്ച് നന്നായി സ്റ്റഡി ചെയ്ത് ഓരോ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രൊജക്റ്റ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്.